അഫ്സൽക്ക ശരിക്കും SPB എന്ന് പറഞ്ഞാൽ ശരിക്കും അഫ്സൽക്ക് ആരാണ്? വേറെ ഒന്നും പറയാനില്ല എനിക്ക്. എല്ലാമാണ്. ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഇന്ന് കാലത്തും കൂടി ഞാൻ ഒരു പാട്ട് കേട്ട്, അന്ന് കാലത്ത് നടക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വെച്ചിട്ടാണ് ഞാൻ നടക്കണത്. അതങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും പുള്ളിയുടെ പാട്ടുകൾ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളാണ്. അതാണ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ ഉള്ള ഒരാളാണ്. അത് എപ്പോഴും ഉണ്ടാവണമെന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് ഞങ്ങൾ. കാരണം പണ്ട് കാസറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന്, ഷക്കീർക്കാടെ ഷോപ്പായിരുന്നു. അപ്പം അന്ന് സ്കൂളിൽ പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചായം കുടിച്ച് കൈമുറക്കൊക്കെ കഴിട്ട് നേരെ കാസറ്റ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഞാനും അൻസാർക്കാൻ കൂടി. എന്നിട്ട് ഇങ്ങനെ പാട്ട് വെക്കും. അൻസാർക്ക് ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ വെക്കും, ഞാൻ പതുക്കെ തമിഴ് SPB സാറിൻ്റെ, അങ്ങനെ മാറി മാറി ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ കേൾക്കുമ്പോൾ SPB സാറിൻ്റെ അത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു പീക്ക് കാലഘട്ടമാണ്. രാജാ സാറിൻ്റെ പാട്ടുകൾ, SPB സാറ് കുറേ ഇഷ്ടം പോലെ എല്ലാ പാട്ടും എടുത്ത് ഒരു സിനിമയിൽ 5 പാട്ടുണ്ടെങ്കിൽ 5 പാട്ട് ചിലപ്പോൾ SPB സാറായിരിക്കും പാടിക്കും. എല്ലാ പാട്ടുകളും കേൾക്കും. അപ്പം അങ്ങനെ അതിലാണ് നമ്മുടെ ഒരു ബാല്യവും കൗമാരവും ഒക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിലായിരുന്നു. ദാസാറിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ പാടാറില്ല, പക്ഷെ കേൾക്കും. ദാസാറിൻ്റെ പാട്ടുകൾ എനിക്ക് സിനിമാ പാട്ടുകളെക്കാളും കൂടുതൽ ഞാൻ കുറേ പ്രൈവറ്റ് ദാസേട്ടൻ്റെ തരംഗിണിയുടെ കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങുമായിരുന്നു. അതൊക്കെ കുറേ കേൾക്കുമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണപ്പാട്ടുകൾ, ഗ്രാമീണ ഗാനങ്ങൾ, അങ്ങനെ കുറേ പാട്ടുകൾ, സ്വീറ്റ് മെലഡീസ്, അങ്ങനെ. അപ്പം അങ്ങനെ കൂടുതൽ കേൾവിയാണ് നമ്മളെയൊക്കെ ഒരു പരിധിവരെ എത്തിച്ചതെന്ന് പറയാം. കുറെയൊക്കെ. പക്ഷെ ഒരു ഫസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് SPBയുടെ 10 പാട്ടുകൾ ഇറക്കിയ കാസറ്റ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയില്ലേ? അതൊരു ഫസ്റ്റ് ട്വിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കരുതിക്കൂടെ? അതെ, ഭയങ്കരമായിട്ട് കാസറ്റ് വിറ്റഴിഞ്ഞ ഒരു വർക്കായിരുന്നു അത്. അത് ലൈവ് അന്ന് ഇത്രയും ഈ പറഞ്ഞ ഈ മറ്റേ റൈറ്റ്സിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അന്ന് ഇതേപോലെ ലൈവ് എന്നും പറഞ്ഞാണ് ഇറക്കിയത്. അന്ന് SPB സാറിന്റെ കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള കുറേ പാട്ടുകൾ 10-13 പാട്ടുകൾ വെച്ചിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് പാടി. കഴിഞ്ഞ ദിവസം ചിത്ര ചേച്ചിയുടെ പരിപാടിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ഫ്രണ്ട്. അപ്പോൾ പുള്ളി പറയണം, പുള്ളിയുടെ ചെറുപ്പത്തിൽ പുള്ളി ഈ കാസറ്റ് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നാണ് പറയണത്. ഇപ്പൊ പറഞ്ഞ ഈ കാസറ്റ്. അപ്പൊ അത്രയും ആ പാട്ടുകൾ വന്ന് ഭയങ്കരമായിട്ട് വിറ്റഴിഞ്ഞ ഒരു കാസറ്റ്. പിന്നെ ബസ്സുകളിലൊക്കെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കായിരുന്നു. അങ്ങനെ കുറെ പേരിങ്ങനെ പല സ്ഥലത്തൊന്നും പറയും. പണ്ട് അഫ്സലിന്റെ പഴയ തമിഴ് പാട്ടുകൾ SPBയുടെ അത് ഞങ്ങളുടെ സ്കൂളിൽ പോണ സമയത്ത് ബസ്സിൽ എപ്പോഴും വെക്കും, അതും ഇതൊക്കെ മാപ്പിളപ്പാട്ടുകൾ വെക്കും എന്നൊക്കെ പറഞ്ഞ് പല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ ഭയങ്കര, ചില പാട്ടുകൾ SPB സാറ് പാടിയ കേട്ടതല്ല, ഞാൻ പാടിയതാണ് കുറെ പേര് മലയാളികൾ കുറെ കേട്ടിരിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറകില്. അതായത് ദുബായില് ഹിറ്റ് FM എന്ന് പറഞ്ഞ റേഡിയോ സ്റ്റേഷൻ, അതില് SPB സാറിന്റെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇനി സാറ് പാടിയ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട് ഇളയനില ഇട്ടത് ഞാൻ ലൈവ് പാടിയതാട്ടെ ഈ കാസറ്റില. അപ്പൊ സാറൊന്നും മിണ്ടിയില്ല. സാറ് അത് കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഓക്കെ ഇത് നല്ല പാട്ടാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് എന്താ പുള്ളിയല്ലേ പാടി? അവർ ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പാടിയതല്ല, ഇത് ഒന്ന് പ്ലീസ് ചെക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് അവർക്ക് സംഭവം മനസ്സിലായത്. ഞാൻ ഈ ലൈവിന്റെ ഇതും ഫുൾ അവരുടെ ആ ഒരു ലൈബ്രറിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ തമാശകളും അങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിരുന്നു ഈ പറഞ്ഞവര്, രജനീഷ് പറഞ്ഞവര് ആ കാസറ്റ് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അതുപോലെ തന്നെയാണ് CD മൂസയിലെ പാട്ട് മേനെ പ്യാർ കിയാ അഫ്സൽക്ക പാടിയതാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. ഇത് വോയിസ് സിമിലാരിറ്റിയും അഫ്സൽക്കയുടെ സ്റ്റൈല് അതിനെ അബ്സർവ് ചെയ്യാനുള്ള ഒരു മിടുക്കും കൂടെയാണെന്ന് തോന്നുന്നു. അതിന് കാരണം എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ളത് ദിലീപേട്ടന് വേണ്ടി കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ SPB സാറിന്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വന്നപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷനായി. ഇതെന്തായാലും അഫ്സൽ തന്നെ ആയിരിക്കും, ദിലീപാണ് അഭിനയിക്കണം. അപ്പൊ എന്തായാലും ഞാൻ SPBയുടെ പാട്ടുകൾ പാടാറുണ്ട്. അപ്പൊ ആൾക്കാർ ഫിക്സ് ചെയ്തത് അത് അഫ്സൽ പാടുക. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ അന്ന് എപ്പോഴും ചോദിക്കുന്നവരടുത്ത് ഞാൻ പറയും അത് സാറ് പാടിയ പാട്ടാണ്, SPB സാറ് പാടിയത്. ആ പാട്ട് കേൾക്കാം നമുക്ക്. അത് ഇനിയും നമുക്ക് കൺഫ്യൂഷൻ കൂട്ടാം. ഇനി പാടിയ ആൾക്കാർ ഇതന്നെ. दो रास्ते दो बदन हम है राही प्यार के, हम दोनों दुल्हा दुल्हन हम पंछी एक डाल के, ढाकू हसीना दिल से नगीना चांदनी रोजा जूली ही ना, मैं खिलाड़ी तू अनाड़ी चलती का नाम गाड़ी, प्यार तो होना ही था.
मुझे कुछ कहना है कुछ कुछ होता है मैंने प्यार किया तो डरना क्या हाँ मैंने प्यार किया अरे प्यार किया तो काय को डरना रे तू അടിപൊളിയല്ലേ? ഈ SPBയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ പി ജയചന്ദ്രൻ സാറും സംഗീതം അങ്ങനെ ഈ പറയുന്ന ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല. SPB അത് സ്വായത്തമാക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, SPB ഇപ്പം ജയചന്ദ്രൻ സാർ പലപ്പോഴും പലരോടും ഉള്ളിൽ എന്താണെന്നുള്ളത് അതേപോലെ കാണിക്കും. പക്ഷേ എന്താ വെച്ചാൽ SPB എല്ലാവരോടും ഭയങ്കര കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അത് കൂടെ വരുന്ന ആരെയാണെങ്കിലും പുള്ളി ഇരിക്കുന്ന അതേ സ്ഥലത്ത് അതേ സീറ്റിലൊക്കെ കൊണ്ടിരുത്തി സംസാരിപ്പിച്ച് അവർക്ക് എന്താ ഭക്ഷണം എന്നുള്ളത് അതൊക്കെ കെയർ ചെയ്യാൻ, അങ്ങനെ ഒരു മനുഷ്യന് അത് കെയർ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ നമുക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ല. എനിക്ക് നമ്മളിപ്പോ ഞാൻ SPB സാറിന്റെ പാട്ടുകൾ പറഞ്ഞാണ്, പക്ഷെ പാട്ട് മാത്രമേ പാടുള്ളൂ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും നമുക്കില്ല. അത് പാടുന്നതിന് ക്വാളിറ്റി ഇല്ല, അത് വേറെ കാര്യമുണ്ട്. എന്തോ ഒരു 20-25% ഞങ്ങൾ പാടുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ സാറിനെ പോലെ അതൊരു പ്രത്യേക ഞാൻ നേരെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് തിരൂര് ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വരണം. അന്ന് പ്രോഗ്രാം നടന്നില്ല, മഴ കൊണ്ടിട്ട് നടന്നില്ല. അപ്പൊ ആ പുള്ളി എന്തോ പ്രൊഡക്ഷനിൽ ഒരു പയ്യൻ എന്തോ പൊക്കി എടുക്കുന്ന സമയത്ത് വീഴാനോ എന്തോ പോയി. അപ്പൊ തന്നെ ആരും അത് ശ്രദ്ധിക്കില്ല, പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് ഇത് അവനൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. പുള്ളി മാത്രമേ കണ്ടിട്ടുള്ളത്. നമ്മള് അവിടെ നിൽക്കണ്ട് പുള്ളിയുടെ ഇരുത്, എന്നാലും പുള്ളി അത് കണ്ടിട്ട് അവനൊന്ന് മാറ്റിക്കാതെ അത് അവനത് ചെയ്യാൻ പറ്റുന്നില്ല. മഴ പെയ്യണ്ട, അതിൻ്റെ ഉള്ളിൽ എന്തോ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുവരെ ശ്രദ്ധിക്കുന്ന ആളാണ് പുള്ളി. അപ്പൊ അത് വലിയൊരു ക്വാളിറ്റി. അത് ഞാൻ പറഞ്ഞില്ല, അത് ദൈവം എല്ലാവരും ഒരേപോലെ പടക്കൂലല്ല. പക്ഷെ ഇത്രയും സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നവര് പലപ്പോഴും ടൈം കൺസപ്ഷൻ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ SPBയുടെ എല്ലാ കഥകളിലും ഇതേപോലെ എല്ലാവർക്കും പറയാൻ ഒരു കഥയുണ്ടാവും. അത് അത്രയും മഹാനായി ജീവിക്കാന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അത് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം നമുക്ക്. സാറ് അങ്ങനെ എനിക്ക് കുറെ അനുഭവങ്ങളൊന്നുമില്ല, പക്ഷെ സാറ് ഈ പറഞ്ഞ എറണാകുളത്തൊരു പ്രോഗ്രാമിന് വന്നിട്ട് അന്ന് രാത്രി ട്രാവൻകൂർ കോർട്ടിൽ എനിക്കിപ്പോഴും ഓർമ്മ, രാത്രി പുള്ളി കുറച്ചു നേരം ഇരുന്ന്. അപ്പൊ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, കൊച്ചി തന്നെ ഉള്ളതാണ്. എനിക്കും ഭയങ്കര ഒരു സഹോദരന് തുല്യമാണ്. ഞങ്ങൾ കൊച്ചിക്കാരായിട്ട് ഭയങ്കര അടുപ്പമാണ്, സുരേഷ് ഏട്ടനായിട്ടും അങ്ങനെ അടുപ്പമാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞ ഇടാ നമുക്ക് രാത്രി ബാലു സാറിൻ്റെ അടുത്ത് പോവാം, കുറച്ചു നേരം വർത്താനൊക്കെ. സാറിനാണെങ്കിൽ റഫീ സാബിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. പിന്നെ റഫീ സാബിൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടി തുടങ്ങി വെളുപ്പിന് 4 മണി വരെ ഇരുന്ന്. അപ്പൊ പുള്ളി ഞാനപ്പോ ഇങ്ങനെ നോക്കണേ, പുള്ളി അപ്പൊ നമ്മളടുത്ത് പറയണ റഫീ സാബിനെ കുറിച്ച്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണേ, പുള്ളി ഇന്ത്യ അറിയുന്ന പാട്ടുകാരനാണ് SPB സാർ. പുള്ളി എന്നിട്ട് നമ്മളെ പോലെ റഫീ സാബിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ അടുത്ത്. സാറിന്റെ മറ്റേ പാട്ട് കേട്ടിട്ടുണ്ടാ എന്നൊക്കെ പറയാം എൻ്റെ അടുത്ത് പറയണേ. അബുക്യ മിസാല്, അത് മിത്ത പാട്ടില്ല, അബുക്യ അത് മാത്രം മതി, അബുക്യ എന്താണ് അങ്ങനെ ആർക്ക് പാടാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചർച്ചകൾ. പുള്ളി വേറെ ലെവലാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ പുള്ളി അത്ര ഡൗൺ ടു എർത്തായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ അടുത്ത് പറയും. അതായത് അതൊരു പുള്ളിയുടെ ലൈഫ് അങ്ങനെയായിരുന്നു. പുള്ളി പറയാറുണ്ടല്ല, റോട്ടിലിങ്ങനെ നടക്കുന്ന സമയത്ത് ചായക്കടയിൽ റഫീ സാബിന്റെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വന്നുകൊണ്ടായിരിക്കും അങ്ങനെ ആകാൻ പറ്റുന്നത്, അതിനുവേണ്ടി കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ. അപ്പൊ അത് തന്നെയാണ് നമ്മളെയൊക്കെ കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ നടപ്പ് രീതിയിൽ പോയില്ലല്ലോ. ഇപ്പൊ ദാസാറൊക്കെ വോയിസിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പൊ ചിത്ര ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് SPB അങ്ങനെ അല്ലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതെ അങ്ങനെ തന്നെ സാറപ്പ പറയും. സാറ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തണുപ്പ് കുടിക്കും, എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈല് വേറെയാണ്, പക്ഷെ അത് എൻ്റെ പാട്ടുകൾ ഫോളോ ചെയ്യുന്നവര് അത് അതേപോലെ ചിലവർ അങ്ങനെ ആകാറുണ്ടെന്ന് പറഞ്ഞു. അതായത് അങ്ങനെ തണുപ്പ് കുടിക്കാൻ സാറ് എനിക്ക് തോന്നുന്നു പ്രോഗ്രാം സമയത്ത് ചിൽഡ് വാട്ടറാണ് കുടിക്കണം. പക്ഷെ അത് നമുക്ക് പറ്റൂല. സാറ് പറയാം അത് ചെയ്യരുത്, കാരണം ഓരോരുത്തർക്കും ഓരോ ബോഡിക്ക് ഓരോ ഇതുണ്ട്, റെസിസ്റ്റന്റ് പവർ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പണ്ട് മുതലേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പ്രശ്നമില്ല എന്ന് പറയും. അപ്പൊ അതും സാറ് പറയാറുണ്ട്, അത് ഓരോരുത്തർ ലൈഫ് സ്റ്റൈലാണ്. ഈ വേറിട്ടൊരു പാട്ടെന്ന് പറയുന്നത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്, ഐ എം വെരി സോറി, ഒരു 4000 സോറി അഫ്സൽക്ക പാടിയതാ. അത് എത്ര കാലം മുമ്പ് പാടിയെന്നറിയാമോ ആ പാട്ടുകളൊക്കെ? പക്ഷേ ഇപ്പോഴും അത് ആദ്യത്തെ ഡബ്ബിംഗ് സിനിമകളിലെ പെട്ടതാണ്. പക്ഷെ അത് രസമുള്ള പാട്ടാണ്. ഇപ്പോഴും അത് ആസ്വദിക്കുമ്പോൾ എനിക്ക് ആ പഴയ ഇതിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അത് എൻ്റെ മാത്രം കഴിവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ രസമല്ലേ അത്.
രാജീവ് ആലിങ്കൽ എഴുതിയത്. ഡബിങ് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറെ വരുന്നുണ്ട് ആ സമയത്ത്. അന്ന് ശ്രീകുമാരേട്ടനും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കുറച്ചുകൂടി ട്രെൻഡി ആയിട്ട്, മലയാളത്തിനേക്കാളും മുന്നേ അവര് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ. അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു ചാൻസസ് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡൈനാമിക്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് പാടാൻ പറ്റി. I'm very sorry, ഒരു 4000 സോറി സ്വർണ്ണക്കട്ടി, ഞാൻ പാടാം ഒരു സോറി. ഹലോ ഹലോ ഹലോ, പിണങ്ങിയോ മിടുക്കി, അടങ്ങു പെൺമടി, ചിരിക്കടി ചിലന്തി, കോപമടക്കടി കാന്താരി. ഈ ഡബിങ് ചില പാട്ടുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. പുന്നാരപ്പേടമാനെയൊക്കെ, പുന്നാരപേടമാനെ ഒന്ന് നില്ല്, അത് ശ്രീകുമാരേട്ടൻ പാടിയിട്ടുണ്ട് പണ്ട്. പിന്നെ പുതിയ വെർഷൻ ഇറങ്ങിയിരുന്നു, ചിരഞ്ജീവി സാറിന്റെ പെങ്ങളുടെ മകൻ അഭിനയിച്ച രണ്ടാമത്. അതിൽ ഞാനാണ് പാടിയത്. അപ്പൊ അത് എന്റെ ചെറുപ്പത്തിൽ ശ്രീകുമാരേട്ടൻ പാടിയതാണ് ഞാൻ കേട്ടേക്കണത്. ഭയങ്കര രസം. കാരണം അന്നാണെങ്കിൽ പോലും തെലുങ്ക് പാട്ടുകളുടെ ഒരു സ്ട്രക്ചറിങ് വേറെ സ്റ്റൈലാണ്, അവരുടെ രീതികള്, പ്രോഗ്രാമിങ്ങും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വേറെ സ്റ്റൈലാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ ഹിറ്റ് സോങ്സ് ഡബിങ് പാടാൻ പോയിട്ടുണ്ട്. അതേമാതിരി കൃഷ്ണ എന്ന് പറഞ്ഞ അല്ലു അർജുന്റെ സിനിമയിൽ ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ വിഴിച്ചിന്തി അത്ഭുതം അടങ്ങാതന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയാണെന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാവും. അങ്ങനെ കുറെ ആ സമയത്തുള്ള കുറെ നല്ല പാട്ടുകൾ ഡബിങ് സോങ്സ് പാടാൻ പറ്റും. ഈ ടിപ്പിക്കൽ പാട്ടുകളുടെ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ് ഈ എപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുണ്ടാവും. അപ്പം കാന്താരി പെണ്ണേ കാന്താരി പെണ്ണേ അതൊരു സിറ്റുവേഷൻ സോങ് ആണ്. അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ലിപ്പ് ചെയ്ത് പാടിയിട്ടുള്ളതല്ല, അത് ആ ഒരു സിറ്റുവേഷന് വേണ്ടി റീ റെക്കോർഡിങ് പോലെ അങ്ങനത്തെ ഒരു പാട്ട്. അതിങ്ങനെ കാന്താരി പെണ്ണേ അങ്ങനത്തെ ഒരു സ്റ്റൈൽ, ത്രോട്ട് ചീത്തോ ഇപ്പൊ അന്നൊക്കെ ആവേശത്തിലൊക്കെ ഇട്ട് പാടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ, ശൃംഗാരവേല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, ശൃംഗാരവേല, അതിനും അങ്ങനത്തെ ഒരു പാട്ട് സിറ്റുവേഷൻ സോങ്. ശൃംഗാരവേല ശൃംഗാരവേ അങ്ങനെ ഒരു പാട്ടുണ്ട്. ദിലീപേട്ടൻ ലിപ്പ് ചെയ്യാണ്ട് പാടിയിട്ടുള്ള പാട്ടുകളുണ്ട് ദിലീപേട്ടന്റെ സിനിമകളിൽ. കാന്താരി പെണ്ണയുണ്ട്, അതേപോലെ ശൃംഗാരവേലുണ്ട്, പിന്നെ രാംലീലയിൽ ഒരു പാട്ടുണ്ട്, ഒരു എലക്ഷൻ സോങ് ഉണ്ടായിരുന്നു, അതും പാടിയിട്ടുണ്ട്. അങ്ങനെ ലിപ്പ്, അതായത് അഭിനയിച്ച് പാടാത്ത കുറെ പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ മാപ്പിളപ്പാട്ട് പാടുമ്പോഴും പക്ഷെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒരു സാധ്യതയെ അപ്സരക്ക് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ്. കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടൈപ്പ് ഓഫും കേൾക്കും. പ്രത്യേകിച്ച് കുറച്ച് മുമ്പൊക്കെയാണെങ്കിൽ കുറെ കൂടി വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ അന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഇഷ്ടമല്ല എന്നല്ല, പണ്ട് മൈക്കൽ ജാക്സന്റെ പാട്ടുകളും പിന്നെ അതേപോലെ ആ കാലഘട്ടത്തിലുള്ള കുറെ പാട്ടുകളൊക്കെ ഫോളോ ആയിരുന്നു. ആരൺ സ്മിത്ത്, അങ്ങനെ കുറെ പാട്ടുകാരുണ്ട്, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, അവരുടെ പാട്ടുകൾ അതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. അത് ഈ നമ്മുടെ കേൾവിയിൽ അതൊക്കെ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും. മാപ്പിള പാട്ട് പാടുമ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് പാടണം, അല്ലാതെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പാടണമെന്നുള്ള ഒരു ധാരണ എപ്പോഴും വെച്ചുകൊണ്ടാണ് പാടുന്നത്. പുറത്തുനിന്ന് ഗായകരെ നമ്മൾ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു. പിന്നെ തന്നെ അതിനുശേഷം പുതുതലമുറയിൽ ഇപ്പോൾ ഹരിശങ്കറോ ഹരിചരണോ ഇപ്പോൾ കാർത്തികിനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് പാടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തും പക്ഷെ ഇതിന്റെ ഇടയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അഫ്സലിക്ക. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വന്നതാണ്, ഇല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവിടെ. കാരണം ലെജൻസ് ഭരിച്ചിരുന്ന ഒരു സ്പേസിലാണ് അഫ്സലിക്ക വരുന്നത്. ഇന്ന് കുറച്ചുകൂടെ മാറ്റി, ഇപ്പൊ അഫ്സലിക്ക വന്നപ്പോൾ തന്നെ കുറച്ച് മാറ്റിയല്ലോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്ന സ്ഥലത്താണ് ഇവരൊക്കെ വന്ന് പ്ലേസ്ഡ് ആവുന്നത്. ഇപ്പൊ വോയിസ് കൾച്ചർ മാറി, പണ്ടത്തെ രീതിയിൽ പാടാൻ പറ്റില്ല. ഇപ്പൊ ദാസേട്ടൻ വരുമ്പോൾ ഒരു തരത്തിൽ മാറി, എന്നിട്ട് ഇപ്പോ നിങ്ങൾ മാറ്റി ഇവിടെ വരെ ഇവിടെ എത്തി. പക്ഷെ എവിടെ എത്തുന്നു. പക്ഷെ അപ്പോഴും അഫ്സലിക്കയ്ക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഉണ്ട്, തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോഴും ന്യൂ ജനറേഷന്റെ ഏറ്റവും പുതിയ പാട്ടുകളാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ റാപ്പ് സോങ്സ് ഒക്കെയാണ് കൂടുതലും സിനിമകളിൽ വരുന്നത്. ഡബ്സിയുടെയും അതേപോലെ വേടന്റെ പാട്ടുകൾ. അപ്പൊ അതൊക്കെ കേൾക്കും, എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ.
നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിൽ. അപ്പൊ ചില പാട്ടുകൾ അഫ്സലിക്ക് അങ്ങനെ അനുകരിച്ച് നോക്കും. ഇപ്പം ബേബി ജീനൊക്കെ പാടുമ്പോൾ കായ് 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 അതൊക്കെ പറ്റും. ഡബ്സിയുടെ പാട്ട് ഞാൻ പാടാറുണ്ട്. ചില സ്റ്റേജിലൊക്കെ ഞാൻ ചില പാട്ടുകളൊക്കെ പാടും. ഡബ്സിയുടെ രണ്ടുപേരും ഡബ്സിയുടെ എന്ന് പറഞ്ഞാൽ ആ വോയിസിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ പാടുമ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ, പക്ഷെ ആ ഒരു ആക്സെന്റ് ഒക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈലില് പാടാം. പാട്ട് പാടുന്നു. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞൾ പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിൻ്റെ നായകനുണ്ണി പിറന്നേ, വിണ്ണിലോ താരകം മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ ഓ പരാഗെ പകലിര വഴി കൊള്ളാം. അപ്പൊ അഫ്സലിക്കയ്ക്ക് ഇനി ഭാവിയിൽ ഒരുപാട് പാട്ട് പാടാനുള്ള അവസരമുണ്ട്. ഈ അഫ്സലിക്കയുടെ ടിപ്പിക്കൽ പാട്ടുകളുണ്ടല്ലോ, പഞ്ചായത്തിലെ ആ സാധനം ഇല്ല, അത് ശരിക്കും ഇനി അഫ്സലിക്ക തന്നെയാണ്. വേറൊരാളെ നമ്മൾ ഒരു ഗായകനെ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നില്ല. അത് രസമല്ലേ അങ്ങനെ? അത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ചില പാട്ടുകൾ നമുക്കായിട്ട് തന്നെ കിട്ടിയ പാട്ടുകൾ എന്നുള്ള അങ്ങനെ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് പാട്ടുകൾ മാത്രമല്ല, അത് ആ സിറ്റുവേഷൻ അതിൽ അഭിനയിച്ച് ഇപ്പൊ ദിലീപേട്ടൻ അഭിനയിച്ചുകൊണ്ടും അതിൻ്റെ ഒരു ഇതുണ്ട്, അട്രാക്ഷൻ ഉണ്ട് പുള്ളി. അതിന് ഇപ്പൊ ആ പാട്ടാണെങ്കിലും 2 Countries വെളുവെളുത്തൊരു പെണ്ണ്, അതൊക്കെ പുള്ളി അഭിനയിച്ച് അത് ഇതുകൊണ്ടാണ് അതിന്റെ ആ പാട്ടിനൊരു ഇമ്പാക്ട് കിട്ടിയിരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളും പാടി വെച്ചിട്ടുണ്ട്. അത് ദിലീപേട്ടൻ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യണമെന്നുള്ള അഭിനയിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടാവും. നമുക്ക് ഒരു സിംഗറിനൊരു ഇതുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ ആ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനും വരട്ടെ അടുമയ്ക്കാൻ കാടിനുള്ളിൽ, പോരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ, ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം, ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം, കണ്ണാരം പൊത്താം കിന്നാരം ചൊല്ലാം, കുഞ്ഞാടിൻ കൂട്ടത്തിൽ കൂത്താടാം. ഓ, ഇതിനാണ് ശരിക്കും അഫ്സലിക്ക വിളിക്കുന്ന എല്ലാവരും. ഈ കേറ്റോണ്ടല്ലോ ഹൈ റേഞ്ച് ഒറ്റ കൊറേ പാടാൻ ഇപ്പൊ പ്രായമൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തന്നെ കയറുന്നത് എങ്ങനെയാ അഫ്സലിക്ക? അത് അപ്പൊ തന്നെ കയറണ്ടേ? ചില സമയത്ത് അന്ന് ആരും പാടുന്ന സമയത്ത് റെക്കോർഡിങ്സിന് പാടുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടൂലായിരിക്കും. പിന്നെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ചെയ്യും. പിന്നെ അത് അതിന്റെ ടെക്നിക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പൊ നമുക്ക് അത് ഓക്കെ ആണ്. അത് അല്ല, ആ സെക്കൻഡിൽ തന്നെ കയറണമെങ്കിൽ ചെറിയ അഭ്യാസം പോരാ. ചില പ്രോഗ്രാമിന് കയറൂല, അങ്ങനെ പറ്റും. അതൊക്കെ ഓരോ ശാരീരിക അവസ്ഥകളൊക്കെ പോലെ ഇരിക്കും ചില സമയത്ത്. എങ്കിലും ലൈവില് പെർഫോം ചെയ്യുന്ന ഞാൻ എപ്പോഴും പേടിയോടുകൂടിയാണ് കാണുന്നത്. അപ്പോൾ ലൈവില് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് എന്നാണ് നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ പിഴയ്ക്കാതെ എങ്ങനെയാ അത്രയും കോൺസെൻട്രേഷൻ എങ്ങനെയാ കിട്ടുക? സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ വേറൊരു മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴും സ്റ്റേജിൽ എനിക്ക് കിട്ടാറുണ്ട്. ഒന്നും മുകളിൽ ഒരാൾ നമുക്കൊരു ഏത് പാട്ട് പാടുമ്പോൾ ഇപ്പോൾ കൈത്തൊടി താളത്തിൻ്റെ ഹമ്മിങ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അതേ അങ്ങോട്ട് വിട്ട് തന്നേക്കണ എത്തിച്ച് തന്നേക്കണമെന്ന് ഞാൻ പറയും. അതങ്ങനെ ചില സമയത്ത് പുള്ളി വിചാരിക്കണം എന്ന് അത് വേണ്ട, ഇത്തിരി വെള്ളി അടിച്ചോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വെള്ളി അടിച്ച ദിവസം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമ്മൾ മാക്സിമം ചിലപ്പോൾ നമ്മൾ ഇന്ന് ശരിയാക്കണം എന്നും പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പൊ അതാ ഞാൻ പറയാം, നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ശരിയാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. ഈ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ഒക്കെ കൂടെ പാടിയതാണോ? അവരൊക്കെ അത് അല്ലാത്ത റെക്കോർഡ് ചെയ്ത് പോവാ? അല്ലാതെ റെക്കോർഡ് ചെയ്ത് വരില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചിത്ര ചേച്ചിയുടെ സിനിമയിൽ ഒരു പാട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ, പാണ്ടിപ്പടയിൽ മേലെ മുകിലിൻ കൂടാരം എന്നുള്ള പാട്ട്. സുജാത ചേച്ചിയുടെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഹൊസൈന ചേച്ചിയുടെ പാടിയും, പിന്നെ സാഹിറ പിന്നെ പഞ്ചായത്തില്, അങ്ങനെ ചേച്ചിയുടെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകൾ. അപ്പൊ സാഹിറ ഓർമ്മിപ്പിച്ചപ്പോ ശരിക്കും സാഹിറ പാടിപ്പിക്കേണ്ടതായിരുന്നു. അത് രസമുള്ള പാട്ടാണ്. ഇല്ലെങ്കിൽ അതിന് പകരം നമുക്കൊരു മാപ്പിളപ്പാട്ട്, വേറെ ഏതെങ്കിലും ആൽബം സോങ് പാടിയാലോ? ആൽബം സോങ്സ് തീർച്ചയായിട്ടും. ആൽബം സോങ്സ് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറേ പാട്ടുകൾ എനിക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട്. ആ സമയത്താണ്
സയൻ അൻവർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സ്, അവർ ഒരു നോർമൽ നമ്മുടെ കുറച്ച് പഴയ കാലഘട്ടങ്ങളിലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരൊരു കുറച്ച് മാപ്പിളപ്പാട്ടിൻ്റെ തനിമ വിടാതെ കുറച്ചും കൂടി സൗണ്ടിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി കുറച്ച് അറബിക് ലിറിക്സ് ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു സയൻ അൻവർ ടീം മ്യൂസിക് കൊണ്ടുവന്നു. അപ്പം അത് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആനന്ദ കണ്ണീർ ദിനം സ്വപ്നത്തിലാണ്, ആമോഹമെല്ലാം എൻ ഹൃദയത്തിലാണ്, എന്നെന്നും ഞാൻ ഓർക്കും സ്നേഹത്തിൻ കുളിർക്കാറ്റും, ഇനിയെല്ലാം എല്ലാം അറിയുന്നോളല്ലേ, എൻ നന്മകളെല്ലാം കാണേണം, നിൻ സ്വപ്നങ്ങളെല്ലാം വിരിയണം, എൻ നന്മകളെല്ലാം കാണേണം, നിൻ സ്വപ്നങ്ങളെല്ലാം വിരിയണം. ഇങ്ങനെ കുറെ ഇതേപോലുള്ള കുറച്ച് റൊമാൻറ്റിക് സോങ്സുകൾ, പിന്നെ ഡിവോഷണൽ ഭക്തിഗാനങ്ങൾ, പിന്നെ അവരുടെ തന്നെ ജന്മം നൽകിയവൻ, അത് ഭക്തിഗാനം വരുന്നത്. അതിനുശേഷം കുറേ പാട്ടുകൾ, അത്തരത്തിലുള്ള കുറേ പാട്ടുകൾ. അതായത് ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കും, അതായത് ഈ പറഞ്ഞ ഒരു പഴയ പീർ മുഹമ്മദ്, അതേപോലെ VM കുട്ടി മാഷി, അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള അവർ പാടി വെച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദാസാറിൻ്റെ വോയിസിൽ നമ്മൾ കുറേ മാപ്പിളപ്പാട്ടുകൾ കേട്ട്, അത് കുട്ടി മാഷും അതേപോലെ ബാപ്പു വെളിപ്പറമ്പ്, കോഴിക്കോട് അവക്കാക്ക, അവരുടെയൊക്കെ OM കരുവാരക്കുണ്ട്, അവരുടെയൊക്കെ ലിറിക്സും മ്യൂസിക്കിലൊക്കെ ദാസാറ് ചിത്ര ചേച്ചിയൊക്കെ പാടി കാസറ്റുകൾ നമ്മൾ കേട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാറ്റമായിരുന്നു ഞാൻ വന്നപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ. മാർക്കോസ് ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ ദാസേട്ടൻ്റെ ആ ഒരു ഇതിൽ ശ്രീകുമാരേട്ടൻ പാടുന്നത്. പിന്നെ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ മെഹബിൻ എന്ന് പറഞ്ഞ ആൽബം വന്നപ്പോഴാണ് എനിക്കൊക്കെ ഒരു അവസരം. അത് കുറേ കാലം ഞാൻ പാടി. പിന്നെ അതിന് ശേഷം വന്ന മാപ്പിളപ്പാട്ട് ആൽബംസ് പാടുന്ന താജുദ്ദീൻ വടകര, ഷാഫി കൊല്ലം, സലീം കോടത്തൂർ, അവരൊക്കെ പാടി. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇനി അതിൽ നിന്ന് ഒരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഡെപ്സിയുടെ പാട്ടുകൾ വരുന്നത്, അവരുടെ മലബാർ ഇതൊക്കെ വരുന്നത്. അപ്പൊ അതാണ് ഓരോ ജനറേഷന് വേണ്ടുന്ന രീതിയിൽ ഓരോ കാലഘട്ടത്തിന് സൗണ്ടിങ് ഇതൊക്കെ മാറി മാറി വരും. ഇപ്പൊ അവരുടെ ആ ഒരു സ്റ്റൈലിലുള്ള പാട്ടുകളാണ് ഇപ്പോഴത്തെ ജനറേഷന് ഇഷ്ടം. അതിനുള്ളിൽ തന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കില് മലബാർ അല്ലാത്തത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. അത് വളരെ പ്രൊഡക്റ്റീവായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് രസമാണ്. ആ ഫൈറ്റ് ആ രീതിയിൽ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതെ, മ്യൂസിക്കിനെ നമ്മൾ അതേ രീതിയിൽ കാണാന്നുള്ളൂ. അതിൽ പൊളിറ്റിക്സോ മതമൊന്നും നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അബ്സല്യൂട്ട്ലി, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കാണുന്നതല്ലേ, നമ്മളൊക്കെ കാണുന്നത് അതൊരു അത്രേ ഉള്ളൂ. ഫൈറ്റാണ്. അതേ അങ്ങനെ കാണാൻ പാടുള്ളൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് പിന്നെ നല്ല മെസ്സേജുകൾ ഉണ്ടാകുക എന്നുള്ളൂ. ഇപ്പം നമ്മൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടി ഉണ്ട് നമുക്ക്. ചിലപ്പോൾ നല്ല മെസ്സേജുകൾ കുറച്ച് ഇങ്ങനത്തുള്ള ചെയ്യുമ്പോഴും ചിലപ്പോൾ കോൺട്രവേഴ്സി ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള. പക്ഷെ അതിൻ്റെ കൂടെ നല്ല മെസ്സേജുകൾ വരുന്ന പാട്ടുകളും ഒക്കെ ചെയ്യണം. അപ്പം ആ എല്ലാത്തിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതാണ്, എല്ലാം കേൾക്കണം, എല്ലാം. ഞാൻ പണ്ട് മുതലേ അങ്ങനെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, പണ്ട് കേൾവി എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. കൂടുതൽ കുറേ കേൾക്കും ഞാൻ, നമുക്കത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പുതിയ ആൾക്കാരുടെ പാട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഞാനങ്ങനെ, കാരണം നമ്മൾ ജീവിക്കുന്നത് മ്യൂസിക്കിലാണ്. എന്നെ സംബന്ധിച്ചോളം നമ്മൾ മരിക്കണതും അതിലൂടെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു മ്യൂസിഷ്യനായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ തീരേണ്ടതെന്നുള്ളതാണ് നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതുവരെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അബ്സൽക്ക് ഇറക്കി പറയണ ഞാൻ കേട്ടായിരുന്നു. അതായത് മ്യൂസിക്കിനെ കുറച്ചുകൂടെ ആസ്വദിക്കുന്നുണ്ട് ഇപ്പോഴെന്ന്. പ്രൊഫഷൻ അപ്പുറത്തേക്ക് നമ്മൾ മ്യൂസിക്കിനെ ആസ്വദിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഭയങ്കര രസമാണ്. അതായത് കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ അപ്രോച്ച് ആയിരിക്കും. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. ഇപ്പം എനിക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസരങ്ങളോ സിനിമകളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ അന്നത്തേലും ഹാപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ നടക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എന്നും നമുക്കിത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസും വേണ്ടേ നമുക്ക്. അതിനാണ് ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു വെച്ച ഓൾറെഡി ഉണ്ട്, അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് കേൾക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസറ്റ് റെക്കോർഡ് ചെയ്യണം, അന്വേഷിക്കണം, CD വാങ്ങിക്കണം. ഇപ്പോൾ ഇതൊന്നുമില്ല. ഇപ്പം എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ കേൾക്കുക. അത് ഇപ്പം അല്ലെങ്കിൽ പഴയ ഇപ്പം ഇന്ന് കാലത്ത് ദാസാറിൻ്റെ കച്ചേരി കുറച്ച് നേരം ഞാൻ കേട്ടുകൊണ്ടിരുന്നത് വെറുതെ. കാരണം
എന്താണ് നമുക്ക് ഓരോരുത്തർ ചെയ്തു വെച്ചേക്കണ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ കച്ചേരി കുറച്ച് കേട്ട് കഴിഞ്ഞിട്ടാണ് SPB സാറിൻ്റെ ഒരു പാട്ട് ഞാൻ കേട്ടത്. ഇപ്പൊ ആസ്വദിക്കണേ നമ്മൾ, എന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ പുതിയ പാട്ട് കേൾക്കും. അപ്പോൾ പിന്നെ ലൈവിൽ നമ്മൾ ഓഡിയൻസിനായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ പോണത്. കാരണം നമ്മൾ കൂടുതൽ കേൾക്കുക, അത് ആസ്വദിക്കുക, അങ്ങനെ ആ രീതിയിലാണ് പോണത്. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കും. ദിലീപേട്ടന് വേണ്ടി അവസാനം പാടിയ പാട്ട് പാടി അവസാനിപ്പിക്കാം നമുക്ക്. ഹാർട്ട് ബീറ്റ് കൂടണ്, കണ്ണിൽ വെട്ടമേറണ്, എന്തിന് ഞാൻ ചുമ്മാതെ പുഞ്ചിരിക്കണ്, മുന്നിലായൊരാൾ വന്ന് മിന്നി നിൽക്കണ്, കാതിലിതാ മോഹത്തിൻ ബാൻഡ് കൊട്ടണ്, പൊന്നും നൂല് കരളിൽ നൂറ്റ്, മിന്നും താലി തന്നോട്ടെ ഞാൻ, കാലം കാത്ത് നോമ്പെല്ലാം നോറ്റ്, എന്തോരം കാതോർത്ത് ഞാൻ. ഓ മനത്തിങ്കൾ പെൺകൊടിയേ, ഓമലായി നിൻ മുന്നിൽ തെളിയേ, തന്നന തന്നന തനന തന്നന തന്നന തനന. ഈ എനർജിയും ഈ ചുറുചുറുക്കും പിന്നെ ഈ സൗന്ദര്യവും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിക്കും അഫ്സലിക്ക് എത്ര വയസ്സായി ഇപ്പോൾ? വയസ്സ് ഞാൻ പറയുന്നില്ല, പക്ഷെ പേരക്കുട്ടികളുണ്ട് എനിക്ക്. അപ്പൊ ആൾക്കാർ തീരുമാനിക്കട്ടെ. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു എന്ന് നേരത്തെ കല്യാണം കഴിഞ്ഞു. ഞാൻ 22 വയസ്സിൽ കല്യാണം കഴിച്ച് 23-ാം വയസ്സിൽ മൂത്ത മോളുണ്ടായി. അടിപൊളി. നേരത്തെ പറഞ്ഞവര്, രജനീഷ് പറഞ്ഞവര്, നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴാണ് നമ്മളൊരു സെലിബ്രിറ്റി ആവുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒക്കെ കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ്. വീട്ടിൽ തന്നെ ഉണ്ടാവും. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്തുന്ന പരിപാടിയാണല്ലോ. പക്ഷെ ഈ തിരക്കുകൾക്കിടയിലും അത് മാനേജ് ചെയ്ത് പോകുന്നത് കുറേയൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ല, തിരക്കുകൾ ഉണ്ടായിരുന്ന സമയത്ത് കുറേയൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയാറുണ്ട്, പിള്ളേരുടെ വളർച്ചയൊന്നും എനിക്ക് അങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അവർ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടില്ല കുറേയൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പേരക്കുട്ടികളുള്ളതുകൊണ്ട് അവന്മാരെ കൂടെ, അവർ 2 ആൺമക്കളാണ്, അവരുടെ കൂടെ കൂടുതൽ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവർ പുറത്താണ്, ജർമ്മനിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലൊക്കെ പ്രോഗ്രാമിന് മുമ്പ് ആ വഴി അവരെ കണ്ടിട്ടൊക്കെ വരുള്ളൂ. ഒരു 24-ൽ 2 പ്രാവശ്യം അവരുടെ അടുത്ത് പോയി പിള്ളേരുടെ കൂടെ കുറച്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് തന്നെ. ഒരു മോനും 3 പെൺകുട്ടികളും. ഓ അടിപൊളി. മൂത്ത മോളുടെ രണ്ടാമത്തെ മോനാണ്, താഴെ 2 പെൺകുട്ടികൾ. വൈഫ് സിനി വീട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു ഡിസ്റ്റർബൻസ് തരാതെ വീട്ടുകാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു. ഓ, ഈ സുന്ദരനെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോവുകയാണ്. ടെൻഷനൊന്നും തരാതെ. അല്ല, നമുക്ക് എല്ലാം കൂടി ചിലപ്പോൾ ഏറ്റെടുക്കാൻ പറ്റൂല. ചില സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ പോലും ഡിസ്റ്റർബ് ചെയ്യൂല. ഒരു റൂമിൽ കയറി ഞാൻ പാട്ട് കേൾക്കാനും പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നിനും ബുദ്ധിമുട്ടിക്കൂല. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വിളിക്കും. പൊളി. അത്ര നന്നായിട്ട് സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങനെ തന്നെ പോട്ടെ. ഇടയ്ക്കൊക്കെ ശല്യപ്പെടുത്തണം കേട്ടോ. നന്ദിയുണ്ട്. താങ്ക് യു.